നിറച്ചങ്ങട് എടുക്കണം. അപ്പൊ എന്റെ സ്വന്തം കുഞ്ഞുമക്കളെ, അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി നല്ല ഫ്രഷ് ചീര. ഈ ചീര നമുക്ക് നല്ല അടിപൊളിയായിട്ട് തോരൻ വെക്കാം. ഈ ചീര ഇത് കണ്ട നല്ല ഫ്രഷ് സാധനം കേട്ടാ. ഇത് പച്ചക്കും കഴിക്കണ നല്ലതാണ്, ശരീരത്തിന് നല്ല. എൻ്റെ മക്കളൊക്കെ കിട്ടുമ്പോൾ ഒരു 2 ഇല 3 ഇല വെച്ച് കഴിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് തോരൻ ചെയ്യാം. പോരി എൻ്റെ മക്കൾ ഇതിനകത്ത് പറിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് മക്കളെ കൂവിൽ നിന്ന് വെള്ളം കോരേണ്ടത്. വെള്ളം ഒഴിക്കേണ്ടത് വേണ്ട, ഇത് ഇങ്ങനെ പാറ്റി ഒഴിക്കണം. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. സാധാരണ പോലെ ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ ദിവസം കേട്ടാ എല്ലാം ഒടിഞ്ഞു പോകും. അതാണ് പറഞ്ഞ സംഭവം ഉണ്ട്. അതിന്റെ ഇടയിൽ നിന്ന് വരുന്ന സംഭവം അത് പൊട്ടിച്ചെടുക്കണം അല്ലേ? അപ്പൊ ഈ മറ്റേ ചപ്പിന്റെ ഇല ഉഷാറായിട്ട് വരും. അപ്പൊ ഇതാണ് മക്കളെ ഇതിന്റെ മെത്തേഡ്. എന്നാലേ ചപ്പ് തഴച്ച് വളരുള്ളൂ അല്ലേ? ഇല നല്ല കട്ടി വെക്കും. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞാല് ഇതിന്റെ തല ഇതേപോലെ എണ്ണീറ്റ് ഇങ്ങനെ പൊളിച്ചു വെക്കണം. ഇത്ര കണക്ക് വെച്ചിട്ട് 10-11 ഇല വെച്ചിട്ട് പൊളിച്ചു വെക്കാം. കടുക്, അപ്പുറം ശുദ്ധമായ വെങ്കായത്തിന്റെ മുള, വെളുത്തുള്ളിപ്പൂണ്ട്, വറ്റൽമുളക്, ശകലം കായത്തിന്റെ പൊടി. ഇനി നമ്മുടെ ചീര ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന് കല്ലുപ്പ്, നമുക്കിത് കണ്ട തേങ്ങ. അപ്പൊ നല്ല കിടിലും കിടക്കാച്ചി വേറെ ലെവല് ചീരത്തോര റെഡി ആയിട്ടുണ്ട്. അപ്പൊ കോൾബിൻ ചേട്ടന്റെ ഉച്ചഭക്ഷണം ഇതാട്ടാ, നല്ല ചീരത്തോര.